വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പടമാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ശരിക്കും ഈ ഫിലിം കണ്ടിരിക്കേണ്ടതാണ്. ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും സമകാലിക വിഷയങ്ങൾ മുഴുവനും കോർത്തിണക്കി വിശ്വാസത്തിന് അവിശ്വാസത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരുപറ്റം ജനങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിരിക്കാം. പടം കണ്ടിട്ട് ചേട്ടൻ എടുത്തു പറയത്തക്ക ഈ സമകാലിക വിഷയങ്ങളെ കൊണ്ട് കോർത്തിണക്കുന്ന ഒരു ഫിലിമാണ്. നല്ല പടമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസവും അവിശ്വാസവും യുക്തിയാണ് മെയിൻ ഇതിനകത്ത്. ഒരു മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറത്തോട്ട് ഈ പടം കടന്നു കയറിയിട്ടുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ജാതി ഭേദമന്യേ ഇവർ ശരിക്കും, അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിലേ പറഞ്ഞത്, വിശ്വാസത്തിന് അവിശ്വാസികളായി കുറച്ച് പേര് വിശ്വാസത്തിന് തറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു ജീവനെ എങ്ങനെ മേളിലോട്ട് കയറ്റിക്കൊണ്ടുവരാമെന്നുള്ളൊരു ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. സിനിമ കുഴപ്പമില്ല, അത്യാവശ്യം എന്താ പറയുക, കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ജാതിയുടെ ഒരു പ്രശ്നം, അതായത് ഈ ഇതിനകത്ത് ഖബറിനകത്ത് അകപ്പെട്ടു പോയ ഒരാളെ വച്ചിട്ടുള്ളൊരു കഥയാണ്. ഇല്ല, തിയേറ്ററിൽ ആളില്ല, നമ്മളെല്ലാം കൂടെ ഒരു 10 പേര് അതിനകത്തേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം കണ്ട് കളയാം, അത്രയോ. അല്ല, പടം കൊള്ളാം, നല്ല പടം തന്നെ. അല്ല, അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. പടം കൊള്ളാം, തൃപ്തിയോടെ ഇറങ്ങി. പണ്ട് നടന്ന സംഭവമായിട്ട് ഒരു കണക്റ്റഡ് ആണ്, അത് ജാതിയുമായിട്ട് റിലേറ്റ് ചെയ്യില്ലേ. പടം കൊള്ളാം. പുതിയ മെത്തേഡ് പടം എടുത്തിരിക്കണേ, തിരക്കല്ല. പടം മൊത്തം കൊള്ളാം. പിന്നെ പുതിയ ടെക്നിക്കലായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുമെങ്കിൽ കൊള്ളാം. ജാതി മതത്തിൻ്റെ ഖബറിനെ പൊളിക്കാൻ പാടില്ലെന്നും ഖബറിനെ പൊളിക്കുന്നതുമായിട്ടാണ് കഥ. കണ്ടോണ്ടിരിക്കാം. പുതിയ ടൈപ്പ് പടം, ഇതുവരെ ആരും വെച്ച് എങ്ങനെ എടുത്തിട്ടില്ല പടം.